20 വർഷമായിട്ട് തട്ടുകട നടത്തുന്നുണ്ട്. ഈ തട്ടുകട നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ടുള്ള പണം ചെറിയ രീതിയിൽ കൂട്ടിവെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ടുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 5-6 വർഷത്തിന് ശേഷം ജോലി മതിയാക്കി ഒരു വിശ്രമ ജീവിതം നയിക്കാനുള്ള ഒരു റിട്ടയർമെന്റ് ഫണ്ടും അങ്ങേര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മുടെ നാട്ടില് ജോലിയുടെ കാര്യത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതായത് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ, ഫ്രീലാൻസിങ് ജോലികൾ, യൂബർ, സ്വിഗ്ഗി, സൊമാറ്റോ, അപ്വർക്ക്, ഫൈവർ പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഒരു യങ് ആയിട്ടുള്ള ജനറേഷനാണ് കൂടുതൽ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അവര് എങ്ങനെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യണം എന്നുള്ളത് അവർക്കും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോകളും കുറവാണ് എന്നുള്ളതാണ് ഇന്ന് വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 വന്ന മെസ്സേജിന്റെ ഒരു കണ്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ലൊരു ടോപ്പിക് ആണല്ലോ, കൂടുതൽ ആളുകൾക്ക് താല്പര്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണല്ലോ എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഗിഗ് എക്കണോമി എന്നാണ് താൽക്കാലികമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ആ ഒരു എക്കണോമിനെ പറയുന്നത്. അതായത് സ്ഥിരമല്ലാത്ത ജോലികൾ. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശമ്പളമുണ്ട്, ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളമില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് കണ്ടന്റ് റൈറ്റിംഗ് നടത്തുക, ഫ്രീലാൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ ഗിഗ് എക്കണോമിയിൽ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് അത്യാവശ്യം ഉയർന്നു വരുന്ന ഒരു മേഖലയാണ് എന്നുണ്ടെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു സ്ഥിര ശമ്പളത്തോടു കൂടെയല്ല ആളുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഇവർക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, അങ്ങനെയുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യവും വളരെയധികം ഒരു കംഫർട്ടും ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. നമ്മൾ ആരെങ്കിലും ഇതേപോലുള്ള ഒരു ഗിഗ് ആക്ടിവിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊന്ന് കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. 3 കഥകൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരുന്നത്. ആദ്യത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെലിവറി പാർട്ട്ണറുടെ കഥയാണ്. നമ്മൾ കോഴിക്കോട് സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്ന രാജു എന്ന് പറഞ്ഞ ആൾക്ക് ഓരോ ദിവസവും 500 മുതൽ 1000 രൂപ വരെ വരുമാനമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതൊരു ഹെൽത്ത് ഇഷ്യൂ വരികയോ അന്ന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം ഇല്ലാതാവുകയും മറ്റ് ബെനിഫിറ്റുകളൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസ്ഥ ഒരു കാരണവശാലും ഒരു നല്ല സിറ്റുവേഷൻ അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഇത്തരം ജോലികളുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യണം. കുറച്ച് സമയം നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർപ്പസ് അല്ലെങ്കിൽ ഒരു പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിനെയാണ് നിങ്ങൾ സാധാരണ ടേംസിൽ നമ്മൾ പറയുക എമർജൻസി ഫണ്ട് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഒരു 10,000 രൂപയാണ് നിങ്ങളുടെ മാസ ചെലവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു 50,000 രൂപ വരെയുള്ള ഒരു എമൗണ്ട് എമർജൻസി ഫണ്ട് ആക്കിയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്തൊരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് പ്രശ്നങ്ങൾ, നിങ്ങൾ സമ്പാദ്യം നഷ്ടപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടാവും. മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു 5-6 മാസത്തേക്ക് ചെലവിനുള്ള പൈസയും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അത് ഹെൽത്ത് സംബന്ധിയായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് വഴി നിങ്ങളുടെ ഇതിന്റെ ചെലവുകൾ നടക്കും. അതല്ല, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങളെ ഹെൽപ്പ്. രണ്ടാമത്തെ കഥ നമ്മുടെ ഡുണ്ടുവിനെ പറ്റിയാണ്. ഫ്രീലാൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. പ്രോജക്റ്റ് ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ പല മാസങ്ങളിലും പ്രോജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് പണം കിട്ടാറില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പക്ഷേ അവര് ഇതേവരെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 6 മാസത്തെ ഒരു ആവറേജ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള പണം ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിട്ടും സേവിങ്സ് അക്കൗണ്ടിലും ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നേരത്തെ നമ്മൾ ഡെലിവറി പാർട്ണർ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ള ഗിഗ് ആളായിരുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് സ്റ്റേജിലുള്ള ഗിഗ് വർക്ക് ചെയ്യുന്ന ഡുണ്ടു ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ എമർജൻസി ഫണ്ട് ഉണ്ട്, ഹെൽത്ത് കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ രീതിയിൽ അവരുടെ ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു 500 രൂപ മുതലൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ, ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു 5 അതിൽ കൂടുതലോ വർഷത്തേക്കുള്ള ഒരു
വെൽത്ത് ബിൽഡിങ്ങിനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ കോമ്പൗണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. വെൽത്ത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ല. നിങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക വഴി ഉണ്ടാവുന്നതാണ് വെൽത്ത്. അല്ലാതെ ഉണ്ടാവുന്നതിനെ നമുക്ക് വെൽത്ത് എന്ന് പറയാൻ പറ്റില്ല. ലോട്ടറി അടിച്ചവനെ വെൽത്തിയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലോട്ടറി അടിച്ചവനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് മാനേജ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോകും. അതേസമയം തന്നെ ചെറിയ രീതിയിൽ നിക്ഷേപിച്ച് വന്ന് അത്യാവശ്യം കോർപ്പസ് ഉണ്ടാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാം, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള ഡുണ്ടു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം എന്താ, അവരുടെ ഒരു ഫ്യൂച്ചർ കാര്യത്തിനായിട്ട് ചെറിയ രീതിയിൽ SIP ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ SIP ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനം. പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, ഭാവിയിലെ ആവശ്യങ്ങൾക്ക് മറ്റാരുടെ അടുത്തു നിന്നും കൈ നീട്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വരുന്ന ഒരു സർപ്ലസ് എമൗണ്ടിനെ എന്ത് വന്നാലും നല്ല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് മാറ്റണം. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡെയിലി പൈസ കിട്ടും. അല്ലെങ്കിൽ ഒരു ദിവസ വേതനക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഡെയിലി പൈസ കിട്ടും. ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മേസൺ ജോലിക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്രോൾ പമ്പിൽ ജോലിക്ക് പോകുന്ന ആൾ, ഇവർക്കൊക്കെ ദിവസ വേതനമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ദിവസമൊക്കെ പൈസ കിട്ടും. പക്ഷെ അത് അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെപ്പോഴും നമ്മളുടെ ഫ്യൂച്ചർ ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അത് പ്രിസർവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് വളരെ ചെറിയ തുക പോലും ഇപ്പോൾ നമ്മൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 വർഷത്തിന് ശേഷം ഈ ചെറിയ തുകയുടെ ഒരു കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് എന്നുള്ളത് ആയിരക്കണക്കിന് രൂപയാവും എന്നുള്ളതാണ് ഈ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക് എന്ന് ആളുകൾ പറയുന്നത്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനൊരു ലാസ്റ്റ് 22-23 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ SIP ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുമാത്രം ഒരു ബെനിഫിറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ SIP വഴി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അനുഭവമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തേത് പോളേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പോളേട്ടൻ നമ്മുടെ തൃശ്ശൂർ തട്ടുകട നടത്തുന്ന ഒരാളാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു തട്ടുകടയാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു തട്ടുകടയാണ്. 20 വർഷമായിട്ട് തട്ടുകട നടത്തുന്നുണ്ട്. തട്ടുകട എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ദിവസവും ചെലവുണ്ടാവും, എല്ലാ ദിവസവും അതിനനുസരിച്ചുള്ള വരവുണ്ടാവും. ഈ തട്ടുകട നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള പൈസ ആദ്യകാലങ്ങളിൽ കൂട്ടിവെച്ച് അതിന്റെ ലോൺ എടുത്തു, അതിന്റെ ബാക്കി അടവ് അടച്ചു തീർത്തു. ഇപ്പോൾ വീട് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടി വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ടുള്ള പണം ചെറിയ രീതിയിൽ കൂട്ടിവെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ടുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 5-6 വർഷത്തിന് ശേഷം ജോലി മതിയാക്കി ഒരു വിശ്രമ ജീവിതം നയിക്കാനുള്ള ഒരു റിട്ടയർമെന്റ് ഫണ്ടും അങ്ങേരുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ഈ KSFE ചിട്ടികൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ പോലുള്ള നിക്ഷേപങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് സമൂഹത്തിന്റെ ഏത് നിലയിലുള്ള ആളുകൾക്കും ഏത് തരത്തിലുള്ള ജോലി, സ്ഥിരം വരുമാനമുള്ള ജോലിയുള്ള ആളുകൾക്ക് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റുക എന്നുള്ളതാണ് ഈ പോളേറ്റിന്റെ എക്സാമ്പിൾ കൊണ്ട് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അദ്ദേഹത്തിന് 6 മാസം ഇപ്പോൾ തട്ടുകട തുറക്കാൻ പറ്റാതിരുന്നാൽ, വരുമാനം ഇല്ലാതായാൽ പോലും ജീവിക്കാനുള്ള എമർജൻസി ഫണ്ട് ഉണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട്, ഇതിൽ നിന്ന് ഈ സ്വന്തമായിട്ടുള്ള ഉണ്ടാക്കിയ പൈസ നിന്ന് തന്നെ വീടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്താൻ ബാക്കിയുള്ളതും ഒക്കെ അതിനുള്ള പൈസയുണ്ട്. ഇനി റിട്ടയർമെന്റ് ആവശ്യങ്ങൾക്കായിട്ട് ചെറിയ തുക മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരു ഗിഗ് എക്കണോമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള 20 വർഷമായിട്ട് ഗിഗ് രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കഥയാണ്. അപ്പോൾ പോളേറ്റിന്റെ കഥ എന്ന് പറയുന്നെങ്കിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ല പ്രധാനം. നമ്മൾക്ക് കിട്ടുന്ന തുക നമ്മളുടെ ആവശ്യങ്ങൾക്കും നമ്മളുടെ ഭാവിക്കും വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ സേവ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒക്കെ സംബന്ധിച്ച് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമായി.